ഇതെന്താണെന്ന് മനസ്സിലായോ? നോമ്പുകാലത്തിന് പറ്റിയ ഒരു ചമ്മന്തിക്കൂട്ട്. കഞ്ഞിയും പയറും ഒക്കെയായി അത്താഴം കഴിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ചമ്മന്തിക്കൂട്ട്, ആഹാ, സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ 2 തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 2.5 കപ്പ് തേങ്ങയുണ്ട്. ഒരു 15 ചെറിയ ഉള്ളി, അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതുപോലെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പം വാളംപുളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. 8 എരിവുള്ള മുളക്, ഒരു പിടി കറിവേപ്പില, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഏതുപ്പ് എടുത്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ, ചൂടായ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യമേ ഈ ചുമന്നുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചൂടിനനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കണം. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒന്ന് കളറ് മാറുന്നത് വരെ വറുത്തെടുക്കണം. തീ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കണം. അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ കണ്ടോ, ഇതുപോലെ അടുക്കി പിടിക്കും. നമ്മളത് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. തീ കൂട്ടരുത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമുക്ക് വറക്കാനൊക്കെ സൗകര്യമാണല്ലോ. പക്ഷേ ഹെൽത്ത് ഇതാണെന്നും പറഞ്ഞല്ലേ ഇപ്പോൾ എല്ലാവരും സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും പുളി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ച് പുളി ചേർത്ത് കൊള്ളണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം ഇത് കളർ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് കല്ല് ചേർക്കാം. ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുവാണ്. ഉപ്പ് കല്ലും കൂടെ ഇപ്പം ചേർക്കുന്ന എന്തിനാന്ന് വെച്ചെന്നാൽ ഉപ്പ് കല്ലും കൂടെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാം നമ്മൾ വറുത്തെടുക്കുമല്ലേ, അപ്പോൾ ഉപ്പ് കല്ലും കൂടെ വറുത്തെടുക്കണം. പിന്നെ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം ഈ നോയമ്പ് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാർ രാത്രിക്ക് കഞ്ഞിയും പയറും ഒക്കെ കഴിക്കുന്നവരാണല്ലോ. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല. ഇതിങ്ങനെ ഒരു കറി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് നമുക്ക് ഓർക്കുകയും ചെയ്യാമല്ലോ. ഇത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് മറ്റ് ചമ്മന്തിപ്പൊടികൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പോലെ മാസങ്ങളോളം ഒന്നും ഇരിക്കുകയില്ല. ഇതൊരു 2-3 ആഴ്ചക്കുള്ളിൽ ഇരിക്കുകയില്ല. ഒരാഴ്ച നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. 2 ആഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും കൂടെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്നുകൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇത് വറുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതിന്. അത് നമ്മളത് സൂക്ഷിച്ച് കരിഞ്ഞു പോകാതെയൊക്കെ ഒന്ന് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു 1/4 ഭാഗം മൂപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിവ് കയറും. കരിവ് കയറിയാൽ അറിയാമല്ലോ, ചമ്മന്തിയുടെ രുചി അങ്ങ് മാറിപ്പോകും. ഉള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഈ കൂട്ടിൻ്റെ വെള്ളമയമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വരണം.
ഇത് തന്നെ ഡ്രൈ ആകുന്തോറും ചീനിച്ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിടിക്കുന്നില്ല. തേങ്ങയിൽ ആദ്യമേ വെള്ളം ഉണ്ടായിരുന്നപ്പോഴാണ് ചട്ടിയിൽ കൂടുതൽ പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിലും തേങ്ങയിലൊരു വെള്ളമയം ഉണ്ടല്ലോ. ഞാൻ ഈ തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുവാണ്. അടിച്ചെടുത്തതാണ്. അതെന്തിനാന്ന് വെച്ചിരുന്നാലുണ്ടല്ലോ എല്ലാം ഒരുപോലെ കിടന്നോളൂല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി എടുക്കുമ്പോഴത്തേക്കും പലതും പല വലിപ്പമാകും. അങ്ങനെ ചിരണ്ടി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി, ഒരുപോലെ കിട്ടും. അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യണം കേട്ടോ. ചിരണ്ടിതാണെന്നും പറഞ്ഞാൽ ചിലപ്പം വലിയ വലിയ പീസായിട്ടൊക്കെ ചിരണ്ടി കിട്ടിയല്ലേ. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപോലെ കിട്ടും. ഇപ്പം എന്ത് ചെയ്ത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനിയും അല്പം കൂടെ മൂത്ത് വരുമല്ലോ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. മിക്സ് ചെയ്യണം. ഇനി ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഇങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ മറ്റു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിപ്പം അല്പസമയം കൂടെ ഇത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഈ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് നിരത്തി വെക്കാം. ഒരു ചൂടുണ്ടല്ലോ, അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കുപ്പിയിലാക്കി വെക്കാൻ. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുക. കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊടിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് എടുക്കുന്ന സ്പൂണിനോ വെക്കുന്ന പാത്രത്തിനോ ഒന്നും വെള്ളമയം കാണരുത്. അങ്ങനെയൊക്കെ നോക്കിയാലുണ്ടല്ലോ ഇത് ഒരാഴ്ച പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 2 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം. ഇതുപോലെ എയർ ടൈറ്റായ ചില്ലുകുപ്പികളിൽ സൂക്ഷിച്ചാൽ ഒരെണ്ണം നമുക്ക് പുറത്ത് വെക്കുക, ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ എടുത്താൽ മതിയല്ലോ. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.